കൊറിയൻ ഉപദ്വീപിനെ വീണ്ടും ഒരു യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ഉത്തര കൊറിയ LOC ലക്ഷ്യമാക്കി നടത്തിയ പുത്തൻ മിസൈൽ വിക്ഷേപണം അന്താരാഷ്ട്ര തലത്തിൽ കനത്ത ജാഗ്രതയ്ക്ക് കാരണമായിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കടുത്ത മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് കിം ജോങ് ഉന്നിന്റെ സൈന്യം നടത്തിയ ഈ അപ്രതീക്ഷിത സൈനിക നീക്കം മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പാടെ തകർക്കുന്ന ഒന്നാണ്. ആകാശത്തേക്ക് പാഞ്ഞുയർന്ന അജ്ഞാത പേലോഡ് വഹിച്ചുള്ള ഈ മിസൈൽ തങ്ങളുടെ പശ്ചിമ തീരത്തുള്ള ജോങ്ജു മേഖലയിൽ നിന്നാണ് വിക്ഷേപിക്കപ്പെട്ടതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വിക്ഷേപണം നടന്നയുടൻ തന്നെ ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോളിൽ കനത്ത സൈനിക അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് രൂപപ്പെട്ടത്. ദക്ഷിണ കൊറിയൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിക്കുകയും തങ്ങളുടെ മിസൈൽ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. അമേരിക്ക, ജപ്പാൻ എന്നീ സഖ്യരാജ്യങ്ങളുമായി ചേർന്ന് ഉത്തര കൊറിയയുടെ അടുത്ത നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണെന്ന് സിയോൾ വ്യക്തമാക്കി. അതിർത്തി കടന്നെത്തുന്ന ഏത് ഭീഷണിയെയും നേരിടാൻ രാജ്യം സന്നദ്ധമാണെന്ന സന്ദേശമാണ് ദക്ഷിണ കൊറിയൻ സൈനിക നേതൃത്വം നൽകുന്നത്. ആഴ്ചകൾക്ക് മുൻപ് ഉത്തര കൊറിയ നടത്തിയ ക്ലസ്റ്റർ ബോംബറുകളുടെ പരീക്ഷണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ വിക്ഷേപണം ഉണ്ടായിരിക്കുന്നത് എന്നത് ഇതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. പരമ്പരാഗത മിസൈലുകളിൽ നിന്ന് വിഭിന്നമായി ഒരേ സമയം വൻ നാശനഷ്ടം വിതയ്ക്കാൻ കെൽപ്പുള്ള ക്ലസ്റ്റർ വാർഹെഡുകൾ ഘടിപ്പിച്ച ഹാങ്സോങ് 11 രാ തന്ത്രപ്രധാനമായ ബാലിസ്റ്റിക് മിസൈലുകളാണ് അന്ന് കിം ജോങ് ഉന്നിന്റെ സാന്നിധ്യത്തിൽ പരീക്ഷിക്കപ്പെട്ടത്. ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ നിരകളെ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിലൂടെ തകർക്കാൻ സാധിക്കുന്ന ഈ മാരകായുധങ്ങളുടെ വിന്യാസം കൊറിയൻ അതിർത്തിയിലെ സൈനിക സന്തുലിതാവസ്ഥയെ പാടെ തെറ്റിച്ചിരിക്കുകയാണ്. ഉത്തര കൊറിയയുടെ ഈ ആയുധ നിർമ്മാണ പരമ്പര കേവലം ഒരു ശക്തി പ്രകടനമല്ല, മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സൈനിക അജണ്ടയുടെ ഭാഗമാണെന്ന് വ്യക്തമാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്തുമ്പോഴും ആണവായുധ ശേഖരവും മിസൈൽ സാങ്കേതികവിദ്യയും വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് പ്യോങ്യോങ് മുന്നോട്ടു പോകുന്നത്. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ആണവായുധങ്ങൾ അനിവാര്യമാണെന്ന വാദമുയർത്തിയാണ് കിം ജോങ് ഉൻ തങ്ങളുടെ പൗരന്മാരെയും സൈന്യത്തെയും ഈ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നയിക്കുന്നത്. ഈ കടുത്ത നിലപാടുകളിലേക്ക് ഉത്തര കൊറിയ പൂർണ്ണമായി മാറാൻ കാരണം 2019 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ നടന്ന ആണവ നിരായുധീകരണ ചർച്ചകളുടെ കടുത്ത പരാജയമാണ്. ഹനോയിൽ വെച്ച് നടന്ന ആ ചരിത്രപ്രധാനമായ കൂടിക്കാഴ്ചയിൽ ഉപരോധങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്താൻ സാധിച്ചില്ല. ചർച്ചകൾ പൂർണ്ണമായി തകർന്നതോടെ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിച്ച ഉത്തര കൊറിയ തങ്ങളുടെ ആയുധപ്പുരകൾ കൂടുതൽ ശക്തമാക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുകയായിരുന്നു. എങ്കിലും സംഘർഷങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന ആഗ്രഹവും ദക്ഷിണ കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം പ്രകടിപ്പിക്കുന്നുണ്ട്. മിസൈൽ വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ പ്രാദേശിക സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉത്തര കൊറിയ സമാധാന നയങ്ങളോട് സഹകരിക്കണമെന്ന് സിയോൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്തരം സമാധാന ആഹ്വാനങ്ങളെയെല്ലാം വെറും നയതന്ത്ര നാടകങ്ങളായി കണ്ട് തള്ളിക്കളയുന്ന സമീപനമാണ് ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. LOC മേഖലയിൽ നടക്കുന്ന ഈ മിസൈൽ പരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ചൈനയ്ക്കും കൊറിയൻ ഉപദ്വീപിനും ഇടയിലുള്ള ഈ തന്ത്രപ്രധാനമായ കടൽപാതയിലൂടെ ദിവസേന 100 കണക്കിന് ചരക്ക് കപ്പലുകളാണ് സർവീസ് നടത്തുന്നത്. മുൻകൂട്ടി യാതൊരു അറിയിപ്പും നൽകാതെ ഉത്തര കൊറിയ നടത്തുന്ന ഇത്തരം വിക്ഷേപണങ്ങൾ ഈ കപ്പലുകളുടെ സുരക്ഷ അപകടത്തിലാക്കുന്നു. ഇത് ആഗോള വ്യാപാര മേഖലയിലും വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മേഖലയിലെ മറ്റൊരു വൻ ശക്തിയായ ചൈനയുടെ നിലപാട് അതീവ നിർണായകമാണ്. ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രീയ പങ്കാളിയാണ് ബീജിംഗ്. വരുമാഴ്ചകളിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉത്തര കൊറിയ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെയാണ് ഈ മിസൈൽ വിക്ഷേപണം നടന്നിരിക്കുന്നത്. ഇത് ശ്രദ്ധേയമാണ്. പാശ്ചാത്യ സഖ്യത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുമ്പോഴും ഉത്തര കൊറിയയുടെ കടുത്ത സൈനിക നീക്കങ്ങൾ ചൈനയെ നയതന്ത്രപരമായി പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ത്രികക്ഷി സഖ്യം ഈ മേഖലയിൽ കൂടുതൽ ശക്തമാവുകയാണ്. ഉത്തര കൊറിയയുടെ മിസൈൽ ഭീഷണികളെ നേരിടാൻ സംയുക്ത സൈനിക അഭ്യാസങ്ങളും റഡാർ വിവരങ്ങൾ തത്സമയം പങ്കുവയ്ക്കാനുള്ള സംവിധാനങ്ങളും ഇവർ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സഖ്യത്തിന്റെ നീക്കങ്ങളെ തങ്ങളെ ആക്രമിക്കാനുള്ള പാശ്ചാത്യ തന്ത്രമായാണ് ഉത്തര കൊറിയ ചിത്രീകരിക്കുന്നത്. ഇത് മേഖലയിൽ ഒരു ആയുധ പന്തയത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഉത്തര കൊറിയൻ ജനത അനുഭവിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലാണ്
ഭരണകൂടം കോടികൾ വിലമതിക്കുന്ന മിസൈൽ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകുന്നത് എന്നതും ആഗോളതലത്തിൽ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പകരം സൈനിക മേധാവിത്വത്തിന് മുൻഗണന നൽകുന്ന കിം ജോങ് ഉന്നിന്റെ നയം രാജ്യത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തലിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ഇത്തരം വിമർശനങ്ങളെയൊന്നും ഉത്തര കൊറിയൻ ഭരണകൂടം വിലവയ്ക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ഉത്തര കൊറിയ കൂടുതൽ ദീർഘദൂര മിസൈലുകളോ അല്ലെങ്കിൽ തങ്ങളുടെ 7ാമത് ആണവ പരീക്ഷണമോ നടത്തിയേക്കുമെന്ന കടുത്ത ആശങ്കയിലാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ. LOCയിലെ പുത്തൻ വിക്ഷേപണം വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിന്റെ സൂചന മാത്രമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏത് നിമിഷവും ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാവുന്ന തരത്തിൽ അതീവ സ്ഫോടനാത്മകമായ സാഹചര്യമാണ് നിലവിൽ കൊറിയൻ ഉപദ്വീപിലുള്ളത്. ആഗോള രാഷ്ട്രീയത്തിൽ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും സംഘർഷങ്ങൾ പുകയുന്ന അതേ സമയത്ത് തന്നെ കിഴക്കൻ ഏഷ്യയിലും യുദ്ധഭീതി ഉയരുന്നത് ആഗോള സമാധാനത്തിന് കനത്ത വെല്ലുവിളിയാണ്. ഉത്തര കൊറിയയെ ചർച്ചകളുടെ മേശയിലേക്ക് തിരിച്ചെത്തിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്കും മറ്റ് അന്താരാഷ്ട്ര ശക്തികൾക്കും സാധിക്കാത്ത പക്ഷം കൊറിയൻ ഉപദ്വീപ് വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറിയേക്കാം. ലോകരാഷ്ട്രങ്ങളെല്ലാം അതീവ ഉത്കണ്ഠയോടെയാണ് സിയോളിൽ നിന്നും പോങ്യാങ്ങിൽ നിന്നുമുള്ള അടുത്ത വാർത്തകൾക്കായി കാതോർക്കുന്നത്.